ഇടനെഞ്ചിലെ ഈണം. താരാട്ട്. മനുഷ്യനോളം പഴക്കമുള്ള ഈണം, വാക്കും വരിയും എന്തുമാവട്ടെ, ആ ഈണം അതിൻ്റെ ആന്തോളനത്തിൽ മായാത്തവർ ആരുമില്ല. എല്ലാ പാട്ടിൻ്റെയും അമ്മ താരാട്ട്. വളർന്നു പോയ നമ്മൾ എവിടെയോ വെച്ച് ആ പാട്ടുമായുള്ള ബന്ധമറ്റവർ. എങ്കിലും അതിൻ്റെ നേർത്തൊരു വീണ്ടെടുപ്പ് പോലും നമ്മെ കൈവിട്ടു പോയ ആ ശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നു. അത്രയ്ക്കാണ് അതിൻ്റെ നിർമ്മലമായ ശക്തി, വശ്യത. അത്തരമൊരു വീണ്ടെടുപ്പിൻ്റെ വേദിയാണ് ഈ പരിപാടി, താരാട്ട്. വാക്കുകൾ അധികപ്പെട്ടാണിവിടെ. എല്ലാ വാക്കും മയങ്ങി ജീവൻ ലയമാകുന്ന ഈ രാരീരത്തിനായി നമുക്ക് കാതോർക്കാം. നിർമ്മലമായ മാതൃത്വത്തിൻ്റെ ഇടനെഞ്ചിലെ ഈണം. താരാട്ട്. മണ്ണു വാരി തിന്ന ഉണ്ണി, പേടിച്ചു പോയ അമ്മ, മേനി നോവാതെ അടങ്കം പിടിച്ചു വാ പിളർത്തി നോക്കിയപ്പോഴുണ്ട് ഈ പ്രപഞ്ചം ഒന്നാകെ അതിനുള്ളിൽ. ഇത് അമ്പാടി കഥ, പാടുന്തോറും രസമേറി വരുന്ന കഥ. ഓരോ ഉണ്ണിക്കും ഓരോ അമ്മയ്ക്കുമുണ്ട് അത്തരം കഥകൾ, എന്നും എവിടെയും. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂ
പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ. നിഴൽ വീണ ഇടവഴികൾ, മണ്ണിൽ പദമുരുമ്മി നടക്കുമ്പോൾ പിന്നിൽ നിന്ന് എവിടെയോ ഒരു തേങ്ങൽ. തിരിഞ്ഞു നോക്കി. ദൂരെ മഞ്ഞിൻ്റെ നേർത്ത പാളികൾക്കിടയിലൂടെ നടന്നകറ്റിയ വഴിയുടെ തുടക്കത്തിൽ ഒരു ചേലത്തുമ്പിൻ്റെ ലാഞ്ചന, മാടി വിളിക്കുന്ന കണ്ണുകൾ. അമ്മ. ഇനിയും വഴിയേറെ നടക്കാനുണ്ട്. മനസ്സ് പക്ഷേ മടങ്ങുകയാണ് മൂകമായ ആ പിൻവിളിയിലേക്ക്. ഇത്തിരി തേനിൽ പൊന്നുരച്ചു, ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു. അന്നലുഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്, ആലിലയിൽ പള്ളിക്കൊള്ളും ആരോമലുണ്ണി ആടാട് ആട് ആട് ആടാട്. അന്നലുഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്. ഇത്തിരി തേനിൽ പൊന്നുരച്ചു, ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു. ഇത്തിരി തേനിൽ പൊന്നുരച്ചു, ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു. കൊഞ്ചും മൊഴിയിൽ തേനുതീരും എൻ്റെ പൊന്നിൻ കുടമായി വളര്, പൊന്നിൻ കുടമായി വളര്. അന്നലുഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്. ഇത്തിരിപ്പൂവിൻ പുഞ്ചിരിയോ, പുൽത്തിടമ്പേറ്റിയ പൗർണമിയോ. ഇത്തിരിപ്പൂവിൻ പുഞ്ചിരിയോ, പുൽത്തിടമ്പേറ്റിയ പൗർണമിയോ. കന്നിക്കതിരിൻ പാൽമണിയോ, എൻ്റെ കണ്ണിൽ വിടരും പൂക്കണിയോ, കണ്ണിൽ വിടരും പൂക്കണിയോ. അന്നലുഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. അവർ നിങ്ങളിലൂടെ വന്നെന്നേ ഉള്ളൂ, നിങ്ങളിൽ നിന്നും വന്നതല്ല. ഓർമ്മയില്ലേ, ഖലീൽ ജിബ്രാനാണത് പറഞ്ഞത്. വലിയ കവി, മഹർഷി തുല്യൻ. പറഞ്ഞതും നേര്. പക്ഷെ പെറ്റ അമ്മയുടെ നോവ് പ്രവാചകരെങ്ങനെ അറിയാൻ? അവരാ നോവ് അറിഞ്ഞിട്ടില്ലല്ലോ. ഇടനെഞ്ചിലെ ഈണം. താരാട്ട്. ഇന്ന്
ഇന്ന് താരാട്ടിൽ അതിഥിയായി എത്തുന്നത് നമുക്കെല്ലാവർക്കും പരിചിതയായ ഒരമ്മയാണ്. അമ്മ മാത്രമല്ല, മുത്തശ്ശി കൂടിയാണ്. ഓമനത്തുള്ള ആ മുത്തശ്ശിയെ നമുക്ക് പരിചയപ്പെടാം. കുഞ്ഞിലെ മുതലേ ഹീറോയിൻ ആയി അഭിനയിച്ച ആൾക്കാരുടെ കൂടെ അവരിപ്പോൾ അമ്മ വേഷം ചെയ്യുമ്പോൾ അവരുടെ കൂടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് അമ്മ വിലസുമ്പോൾ ഇപ്പം എന്താണ് തോന്നുന്നത്? അത് തോന്നാൻ എന്തോന്നിരിക്കുന്നു, അവരുടെ കൂടെ ഞാൻ എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. അവരൊക്കെ ഗ്രാജുവലായിട്ട് വന്നു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കിട്ടിയ ഒരു ചാൻസാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഞാൻ ആ ഇതിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ അതിൽ സന്തോഷമുണ്ട് എനിക്ക്. ഏതായാലും അവരുടെ അടുത്തേക്ക് ഒന്ന് എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഈ പരിപാടി താരാട്ടു പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയാണ്. അമ്മയുടെ കുട്ടികളെ ഉറുക്കിയിട്ടുള്ള താരാട്ട് ഏത് തരം താരാട്ടാണ്? താരാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അവരൊക്കെ പാടിയത് പണ്ട് പറയും, കുട്ടികളെ ഓർക്കുമ്പോൾ നീലാംബരി രാഗത്തിൽ പാടുമ്പോൾ അത് അന്നും ഇന്നും എല്ലാവരും നീലാംബരി പാടിയാൽ ഉറങ്ങുമെന്നാണ് പ്രമാണം. അതുപോലെ ആ രാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള താരാട്ടാണ് പണ്ട് പാടിക്കൊണ്ടിരുന്നത്. അതാണ് ഞങ്ങളത് കേട്ട് ഞാനും എൻ്റെ കുട്ടികളോടും അതൊക്കെയാണ് പാടുന്നത്. അപ്പോൾ പിള്ളേർ അത് ഉറങ്ങിക്കോളും. പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ മകൾ അവളുടെ കുട്ടിയെ താരാട്ട് പാടുമ്പോൾ പഴയ പാട്ടല്ല പാടുന്നത്. അതിന് വ്യത്യാസമുണ്ട്. സിനിമ പാട്ടാണോ? സിനിമയിൽ നല്ല നല്ല താരാട്ട് പാട്ടുകളുണ്ടല്ലോ. അപ്പം അതാണ് ആ കുട്ടി അത് കേട്ടാണ് ഉറങ്ങുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു താരാട്ട് പാട്ട് ഒന്ന് പാടിത്തരാമോ? ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ അമ്മ പാടിയതും അമ്മൂമ്മ പാടിയതും ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഒരു 2 വരി പാടാം. ഇപ്പം എൻ്റെ മക്കൾ പാടുന്നത് പാടാം. ആദ്യം പഴയ പാട്ട്. ആരാരോ ആരീരോ ആരാരോ ആരീരോ കണ്ണേ നീയുറങ്ങ് കൺമണി നീയുറങ്ങ്. ഇതാണ് പഴയ പാട്ട്. സിനിമ പാട്ട് പാടുമ്പോൾ കണ്ണിൻ മണിയേവാ കണ്ണിൻ മണിയേവാ കற்பകമേവാ അன்னை கரை தீர்க்க பிறந்த ஆரமுதே வா 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 தாலோ தாலோ താലോ താലോ. അപ്പോൾ ഈ താരാട്ട് എന്ന ഈ പരിപാടിയിൽ വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നന്ദി. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതൊരു പുതിയ സബ്ജക്റ്റാണ്. ഇന്നേ വരെ ആരും ഈ ബന്ധങ്ങളെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. കാരണം സാധാരണ സിനിമയെ പറ്റിയും നാടകത്തിനെ പറ്റിയും നാട്യത്തിനെ പറ്റിയും അത് ആവശ്യമാണ്. പക്ഷേ എന്നാലും ലോകത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്നുള്ളതും മനുഷ്യരെ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ കൈരളി TV-യോടും എനിക്ക് വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. നമസ്കാരം. നിർമ്മലമായ മാതൃത്വത്തിൻ്റെ ഇടനെഞ്ചിലെ ഈണം. താരാട്ട്. നഷ്ടവസന്തം. മുതിർന്നു പോയവർക്കെല്ലാം താരാട്ട് അങ്ങനെയാണ്. തിരിച്ചു കിട്ടാത്ത വിശ്രാന്തിയുടെ നീറുന്ന ഓർമ്മ. പക്ഷെ അമ്മ, അവൾക്കെന്നും ആ ഈണം നെഞ്ചിലുണ്ട്. വറ്റാത്ത നറുംപാലിൻ്റെ മാധുര്യം പോലെ അതും നുകർന്ന് മാറിലൊട്ടി മയങ്ങേണ്ടവൻ എവിടെയെന്നറിയാത്ത ആ നിമിഷം. വേണ്ട, ഹൃദയം പിളർക്കുന്നതാണ് ആ ചിന്ത പോലും. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. അമ്മ കൈവിട്ട പിഞ്ചു പൈതലും നിൻ മനസ്സിൽ കരഞ്ഞുവോ, എൻ മനസ്സിൽ കരഞ്ഞുവോ. മഞ്ഞു പെയ്യുന്ന
രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. സ്വർണ്ണ പുഷ്പങ്ങൾ കയ്യിലേന്തിയ സന്ധ്യയും പോയി മറഞ്ഞു. ഈറനാമതിന്നോർമകൾ പേറി ഈ വഴി ഞാനലയുന്നു. കാതിലിറ്റിറ്റു വീഴുന്നുണ്ടേതോ കാട്ടുപക്ഷിതൻ നൊമ്പരം. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. കണ്ണു ചിമ്മുന്ന താരകങ്ങളെ നിങ്ങളിൽ തിരയുന്നു ഞാൻ. എന്നിൽ നിന്നുമകന്നുരാ സ്നേഹ സുന്ദരമുഖ ഛായകൾ. വേദനയോടെ വേർപിരിഞ്ഞാലും മാധുര്യം തൂക്കുമോർമകൾ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. അമ്മ കൈവിട്ട പിഞ്ചു പൈതലൊന്നെൻ മനസ്സിൽ കരഞ്ഞുവോ, എൻ മനസ്സിൽ കരഞ്ഞുവോ. നിലാവിനും നിശയ്ക്കുമുണ്ട് താരാട്ട്, പൂവിനും പൂമ്പാറ്റയ്ക്കുമുണ്ട് താരാട്ട്. താരാട്ടില്ലാത്തത് ആർക്കാവും? ജീവനില്ലാത്ത സ്മൃതികൾക്കോ അതോ സ്വരം മറന്ന രാക്കിളിക്കോ? ശുഭരാത്രി.